നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വേദവാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ കർത്താവിൽ ആശിക്കുന്നത്. അത് നമ്മുടെ വചനം നമ്മൾ പഠിപ്പിക്കുന്ന തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുന്ന ചില ആളുകൾ വളരെ ജെന്യൂനായിട്ട് പലരും ചോദിച്ച ഒരു ചോദ്യം. ഈ ചോദ്യം 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഞാൻ ആദ്യമായി ആ വാക്യം ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നത് 2 പത്രോസ് 3:10 കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ബഹുഭൂരിപക്ഷം ആളുകൾ ക്രൈസ്തവ സമൂഹത്തിൽ ഈ തിരുവെഴുത്തുകൾ വിശദീകരിക്കുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സോളാർ സിസ്റ്റം, ആ സോളാർ സിസ്റ്റം ഉൾപ്പെട്ട് നിൽക്കുന്ന മിൽക്കി വേ എന്ന ഗാലക്സി, അതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് ഗാലക്സികൾ, ഈ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം മൊത്തം കത്തി അങ്ങ് അമർന്നു പോവുകയും ദൈവം വീണ്ടും ഒരു പുത്തൻ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കും എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിശദീകരിക്കുന്നത്. നമ്മൾ ഇത്രയും ശാസ്ത്രലോകം വളർന്നു, മനുഷ്യരുടെ ബുദ്ധി വികാസം സംഭവിച്ചു. ആധുനിക ലോകത്തെ മനുഷ്യൻ കാര്യങ്ങൾ ചിന്തിപ്പാനും അതിനെ റീസൺ ചെയ്യാനും അല്ലെങ്കിൽ വിമർശിക്കാനും തർക്കിക്കാനും അല്ലെങ്കിൽ അതിനകത്തെ യുക്തി എന്തെന്ന് കണ്ടെത്താനും ഒക്കെയുള്ള ശ്രമിക്കുന്ന ഈ കാലത്തും ഇതുപോലെയുള്ള ദൈവവചന വ്യാഖ്യാനങ്ങളിൽ വിശ്വസിച്ച് അങ്ങനെ സംഭവിക്കും എന്ന് കരുതുന്ന ഒരു വലിയ ജനവിഭാഗം അന്ധരായി ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യം. അതിൽ സാധാരണക്കാരല്ല, അവർക്ക് വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ വലിയ വായനാശീലമോ പഠനമോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പൊക്കോട്ടെ, വേദാധ്യാപകന്മാർ, വേദവിദ്യാർത്ഥികൾ, ബൈബിൾ കോളേജിന്റെ വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, ധാരാളം വേദപുസ്തകത്തിലെ ഡിഗ്രി ഉള്ളവർ, അതുപോലെ വലിയ പ്രാസംഗികർ, ബൈബിൾ പഠിതാവ്, എല്ലാവരും സാധാരണക്കാരല്ല, എല്ലാവരും വലിയ ആളുകൾ. അക്ഷരികമായിട്ട് ഈ ഭൂമി അങ്ങ് കത്തിപ്പോകും എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്, ബഹുഭൂരിപക്ഷമാണ് അങ്ങനെ. എന്നാൽ ഞാൻ ഇന്ന് ഈ ചോദ്യം ആളുകളോട് ചോദിച്ചത്, കർത്താവിന്റെ നാളില് ആകാശം കൊടിമുഴക്കത്തോട് ഒടിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും എന്ന് പറയും. ആകാശം, ഭൂമി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ സംഭവങ്ങൾ, അപ്പം നമ്മൾ ഈ ലേഖനങ്ങളിലാകട്ടെ, അപ്പോസ്തല പ്രവൃത്തിയിലാകട്ടെ, സുവിശേഷങ്ങളിലാകട്ടെ, ഈവൻ വെളിപ്പാട് പുസ്തകത്തിലാകട്ടെ, എന്തെങ്കിലും കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നെങ്കിൽ, ആ വിഷയത്തിന്റെ ഒരു വിത്ത്, ആ വിഷയത്തെ സംബന്ധിച്ച ഒരു വിത്ത് ആരംഭ പുസ്തകമായി ബറീഷിത്ത് എന്ന പുസ്തകത്തിൽ, ബറീഷിത്ത് പറഞ്ഞാൽ ഉൽപ്പത്തി, ആരംഭ പുസ്തകത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഈ കാണുന്ന സകല സന്ദേശങ്ങളുടെയും വിത്ത് കാണുന്നത്. തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് വളർന്നു വരുന്നു, മരമായി വരുന്നു, ഫലം കായ്ക്കുന്നു, കൺസ്യൂമേഷനിലേക്ക് എത്തുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഉൽപ്പത്തിയിൽ എന്താണെന്ന് ആദ്യം നമ്മൾ, ആകാശവും ഭൂമിയും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തിയിലേക്ക് തന്നെ പോകാം. ഉൽപ്പത്തിയിലെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന വാക്യം എന്താണ്? 1-ാം വാക്യം, 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യാതൊരു സംശയമില്ലാതെ ബഹുഭൂരിപക്ഷം ആളുകളും, ഈവൻ സൺഡേ സ്കൂൾ മുതൽ നമ്മൾ പഠിച്ചു വരുന്നത്, നമ്മുടെ മീതെ കാണുന്ന ആകാശവും നമ്മൾ വസിക്കുന്ന ഭൂമിയും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഈ കാണുന്ന മുഴുവൻ ഗാലക്സി, കോടാനുകോടി ഗാലക്സികൾ, ദൃശ്യപ്രപഞ്ചം തന്നെ എത്രയോ ആയിരം കോടിക്കണക്കിന് പ്രകാശവർഷം വ്യാപ്തിയുണ്ട്, കാണാൻ പറ്റാത്തത് അതിനേക്കാൾ ഒത്തിരി അപ്പുറത്തുണ്ട്. മൾട്ടി യൂണിവേഴ്സ് ഉണ്ടെന്ന് ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. അങ്ങനെ വലിയ പ്രപഞ്ചം, ചിന്തിക്കതീതമായ പ്രപഞ്ചം, ഈ പ്രപഞ്ചമെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്നതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ വിശദീകരണം എന്ന് വിശദീകരിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയും, ഉൽപ്പത്തി പുസ്തകം ഒരിക്കലും 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, ഇറ്റ് ഈസ് നോട്ട് എ സയന്റിഫിക്കൽ ബുക്ക്.
നിങ്ങൾ ദയവായിട്ട് എത്തിസ്റ്റിനോടോ അഗ്നോസ്റ്റിസ്റ്റിനോടോ മറ്റേതെങ്കിലും നിരീശ്വരവാദികളോടോ യുക്തിവാദികളോടോ ഒക്കെ പോയി വേദപുസ്തകത്തെ തെളിയിക്കാൻ പോകുമ്പോൾ ഉൽപ്പത്തി സൃഷ്ടിയുടെ പുസ്തകമാണെന്ന് കാണിക്കാൻ പോകരുത്. ഞാൻ പല ആളുകൾ ഇത് വാദിച്ച് നാണം കെടുന്നത് കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് സൃഷ്ടിയല്ല, ഇത് സ്ക്രിപ്ച്വറൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ ഏൻഷ്യന്റ് സ്ക്രിപ്ചർ. ഇത് പുരാതനമായ തിരുവെഴുത്താണ്, ദൈവനിശ്വാസീയമായ ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ദൈവം അവരെ സയൻസ് ബുക്ക് പഠിപ്പിക്കാൻ, ഫിസിക്സ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവരെ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയെ സംബന്ധിച്ച വിഷയം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി രചിച്ച പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം ആ ഉടമ്പടിയുടെ അവസാനവും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉൽപ്പത്തി കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് വെളിപ്പാടിനെ മുഴുവൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഉൽപ്പത്തി മാത്രമല്ല, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവൃത്തി, തോറ. അതായത് ആ തനക്കെന്ന് പറയും, തോറ എന്ന് പറയുന്ന ആരംഭത്തിലെ 5 പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയും. ഈ പുസ്തകങ്ങൾക്കകത്ത് തന്നെയാണ് എസ്കറ്റോളജി അല്ലെങ്കിൽ അന്ത്യകാല ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തിക്കകത്ത് തന്നെ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആകാശവും ഭൂമി? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. ഹെവൻസ് എന്നത് പ്ലൂറൽ ഫോമിൽ കൊടുത്തിരിക്കുന്നു. അത് ഷമായിം എന്ന് പറയുന്ന ഹീബ്രു പദത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഷമായിം സ്വർഗങ്ങൾ എന്ന് പറയുന്നു, ഭൂമി എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകാശവും ഭൂമിയും എന്ന് പറയുന്ന പദം ആദ്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആരംഭ ഭാഗത്ത് തന്നെ. നിശ്ചയമായിട്ടും നമുക്കറിയാം ഇത് ആകാശവും ഭൂമിയും. കാരണം എന്താ പറയുക, ഈ പ്രപഞ്ചത്തിൽ ആദ്യത്തെ ഗ്രഹം ഭൂമിയാണെന്നൊക്കെയുള്ള ധാരണയിൽ നമ്മൾ ആദ്യം ദൈവം ആകാശം സൃഷ്ടിച്ചു, പിന്നെ ഭൂമി സൃഷ്ടിച്ചു, പിന്നെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ ഭൂമി തന്നെ കറങ്ങുന്ന സൗരയൂഥം സൃഷ്ടിച്ചു, നമ്മൾ കാണുന്ന ഗ്രഹങ്ങൾ, പിന്നെ നടുക്ക് സൂര്യനെ സൃഷ്ടിച്ചു, പിന്നെ അതിനുശേഷം ചന്ദ്രനെ സൃഷ്ടിച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സൂര്യനൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ സൃഷ്ടി പോകുന്നത്. ദയവ് ചെയ്ത് നമ്മൾ ഇത് മാറ്റി ചിന്തിക്കേണ്ട സമയമാണ്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് സയന്റിഫിക് ക്രിയേഷൻ, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ കവനന്റൽ സ്ക്രിപ്ചറൽ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ഉടമ്പടി സംബന്ധമായ ദൈവത്തിന്റെ തിരുവെഴുത്തുകളുടെ വിശദീകരണമാണ് ഉൽപ്പത്തി 1-ാം അധ്യായം. 7 ദിവസത്തെ സൃഷ്ടിയും അത് തന്നെയാണ്. നിങ്ങൾ ഇനി കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൈവാസം പറഞ്ഞത്, ഏതോ വലിയ അമേരിക്കയിലെ ഏതോ വലിയ യൂണിവേഴ്സിറ്റിയിലെ വലിയ പ്രൊഫസർ മെഷിയാക്കാക്കു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചിരി വന്നു. ഇത് എന്റെ പൊന്നു ചേട്ടാ, ഈ മുഷിയാക്കാക്കുവും ഏത് കാക്കുവും ഒന്നും അല്ല ഇത്. അവരല്ല ഇതിന്റെ, അവരെ കൊണ്ട് എന്തൊക്കെ പറയാൻ പറ്റും? ബിഗ് ബാങ് ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടെന്നൊക്കെ പറയാൻ പറ്റും. ശരിയായിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കോട്ടെ. നമ്മുടെ ജോലി അതാണ്. വേദവസം കൈവച്ചിട്ട് ബിഗ് ബാങ് തിയറി തെളിയിക്കാനാണോ ഒരു സുവിശേഷകനെയും ദൈവദാസന്മാരെയും കർത്താവ് ഭൂമി ഇട്ടേക്കുന്നത്? ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ ഈ ജനതയെ ഇത്രയും വഞ്ചിക്കുന്ന ആളുകൾ, ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ കാണുന്ന ലിറ്ററൽ ഭൂമിയും ലിറ്ററൽ ആകാശവുമല്ല. ഇത് ഒരു കവനന്റൽ ലാംഗ്വേജാണ്. കവനന്റൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പദങ്ങളും, ഒരുപാട് കാര്യങ്ങൾ ഉടമ്പടി സംബന്ധമായിട്ടാണ് ദൈവം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒത്തിരി യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളാകട്ടെ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളാകട്ടെ, പഴയ നിയമത്തിലെ ഉപദേശങ്ങളാകട്ടെ, എല്ലാറ്റിലും തന്നെ മെറ്റഫറിക്കലി സംസാരിക്കുന്ന ഭാഗങ്ങൾ, പാരബോളിക്കലി സംസാരിക്കുന്ന ഭാഗങ്ങൾ, അലിഗറിക്കലി സംസാരിക്കുന്ന ഭാഗങ്ങൾ, പലതും പല വ്യത്യസ്തമായ നിലയിലാണ് ലിറ്ററലി ഒന്നും പലതും സംസാരിക്കാറില്ല. ദൈവത്തിന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ യേശു തന്നെ പറയലും ഉപമകളാൽ സംസാരിക്കുന്നു. ഉപമകളാൽ സംസാരിക്കുന്നു പറഞ്ഞാൽ യേശു ക്രിസ്തു അതിനെ അങ്ങ് ലഘൂകരിച്ച് സംസാരിച്ചതല്ല. കേൾക്കുന്നവർക്ക് ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി ഉപമകളാൽ സംസാരിച്ച് നടത്തും. അല്ലാതെ കേൾക്കുന്നവർക്ക് നമ്മൾ പ്രസംഗിച്ചപ്പോൾ കഥകൾ പറയാറുണ്ട്. അത് യേശു അങ്ങനെയല്ല. യേശു ക്രിസ്തു കഥകളും ഉപമകളും പറഞ്ഞത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ല. അവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കണം, കണ്ടിട്ടും കാണാതിരിക്കണം, കേട്ടിട്ടും ചെവി കൊണ്ട് കേൾക്കാതിരിക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കാതിരിക്കണം. അതിനുവേണ്ടി തമ്പുരാൻ ചെയ്തു. ഓക്കെ. അപ്പൊ ഇനി ആകാശവും ഭൂമിയും, സ്വർഗങ്ങളും ഭൂമിയും എന്നിരിക്കും. ഇതൊരു ലിറ്ററലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വർഗങ്ങൾ, അപ്പൊ നമ്മൾ പറയും 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നൊക്കെ പറയും. കാരണം നമുക്ക് എല്ലാത്തിനും വാക്യങ്ങളുണ്ട്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കി ഇതൊരു ടെമ്പിൾ, ഒരു കൺസ്ട്രക്ഷൻ. ഞാൻ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി വേദോസിൽ മറ്റൊരു വാക്യങ്ങൾ എടുക്കും. ആ വാക്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യമാവും. അത് സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായത്തിന്റെ 78-ന്റെ 69 നീ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതികളെ പോലെയും
അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. ശ്രദ്ധിച്ചു കേൾക്കണം. നീ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും, സദാകാലത്തേക്കും, അപ്പൊ ഭൂമി എന്നേക്കും നിലനിൽക്കും. നമുക്ക് സഭാപ്രസംഗം വായിക്കും, ഭൂമിയോ എന്നേക്കും നിലനിൽക്കും. നീ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, സ്വർഗോന്നതികളെ പോലെയും അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു, യെരൂശലേമിനെ പണിതു. നമുക്കതിന്റെ തുടക്കം കാണുന്നത് മോശയുടെ ടാബർനാക്കിളാണ്. അതിനുശേഷം ശലോമോന്റെ ആലയത്തെ കാണുന്നു. അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ സെരുബാബേലിന്റെ ആലയം കാണുന്നു. അതിനെ പുതുക്കി പണിതത് ഹെറോദാവിന്റെ ആലയമാണ്, സെക്കൻഡ് ടെമ്പിൾ. ആ ടെമ്പിൾ AD 70 പൊളിഞ്ഞുപോയി. അപ്പം ദൈവം പറയാണ്, ഞാൻ ആകാശത്തെയും ഭൂമിയെ പോലെയും സ്വർഗോന്നതികളെ പോലെയും തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗവും ഭൂമി എന്നൊരു കോൺസെപ്റ്റ് പറയാം, ആകാശവും ഭൂമിയും. അപ്പം വിശുദ്ധ മന്ദിരത്തെ ദൈവം തമ്പുരാൻ എന്തുമായിട്ട് തരുന്നു? ആകാശവും ഭൂമിയെ പോലെ പണിതിരിക്കുന്നു. എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ, സ്വർഗോന്നതികളെ പോലെ ഞാൻ അതിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിയുമ്പോൾ, സ്വർഗവും ഭൂമിയും എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഈ വാക്യം വെച്ച്, ഇറ്റ് ഇസ് അബൌട്ട് വിശുദ്ധ മന്ദിരം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മിശിയാക്കൂക്കിന്റെ അടുത്ത് പോകരുത്, യേശുക്രിസ്തുവിന്റെ അടുക്ക പോകണം. പരിശുദ്ധാത്മാവ് ഇത് എഴുതിയത്, അല്ലാതെ ഏതെങ്കിലും ശാസ്ത്രജ്ഞനല്ല ഇത് എഴുതിയത്. ഇത് എഴുതിയത് മഹാദൈവമാണ്. തമ്പുരാന്റെ അടുക്കലായി പോയി ചോദിക്കേണ്ടത് ഇതെന്താ സംഭവം. ആകാശവും ഭൂമിയും എന്ന് പറയുന്നത്, സ്വർഗങ്ങളും ഭൂമിയും എന്ന് പറയുന്നത് തന്റെ വിശുദ്ധ മന്ദിരത്തെ ആ നിലയിലാണ് പണിത്. നമുക്കറിയാം, 1-ാം സ്വർഗം, സ്വർഗങ്ങൾക്ക് പല തട്ടുകളുണ്ടെന്ന് പറയും. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നൊക്കെ ഉണ്ട് ബൈബിളിൽ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞു, പാരഡൈസ്. അപ്പൊ സ്വർഗങ്ങൾ, ഭൂമി. അപ്പൊ മന്ദിരത്തെ അതുപോലെ പണിതു. അപ്പം മന്ദിരത്തിന് എത്ര ഭാഗമുണ്ട് നമുക്കറിയാം. വിശുദ്ധ മന്ദിരത്തിൽ വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. ഇത് രണ്ടും ദൈവവും അവന്റെ വിശുദ്ധന്മാരായ പുരോഹിതന്മാരും ശുശ്രൂഷിക്കുന്ന ഇടമാണ്. ദൈവം അതിവിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു, പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കുന്നു. സാമാന്യ ജനം വെളിയിൽ വന്ന് പ്രാകാരത്തിൽ ആ യാഗങ്ങൾ അർപ്പിക്കുന്നു. തങ്ങളുടെ കൈകാലുകൾ പുരോഹിതന്മാർ കഴുകുന്നതൊക്കെ വെളിയിലാണ്. ബലി അർപ്പിക്കുന്നത് അവിടെയാണ്. താമ്രയാഗപീഠം അവിടെയാണ്. അത് ഭൂമിയെ കാണിക്കും. അപ്പൊ ഭൂമിയുണ്ട്, ആകാശങ്ങളുണ്ട്, സ്വർഗങ്ങളുണ്ട്. സ്വർഗങ്ങളിൽ 1-ാമത്തെ സ്വർഗം അതിവിശുദ്ധ സ്ഥലം, 2-ാമത്തെ സ്വർഗം നമ്മൾ കാണുന്നത് വിശുദ്ധ സ്ഥലം. അത് കഴിഞ്ഞിട്ട് കിഴക്കോട്ട് നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ, പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ പ്രാകാരങ്ങളും ഭൂമി. അപ്പം ഭൂമി, ആകാശങ്ങൾ അല്ലെങ്കിൽ സ്വർഗങ്ങൾ, സ്വർഗോന്നതികൾ. അപ്പൊ വിശുദ്ധ മന്ദിരത്തിന്റെ പണി എന്ന് പറയുന്നത് സ്വർഗങ്ങളും ഭൂമി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത് ടെമ്പിളാണ്, ദൈവം വസിക്കുന്ന മോസ്റ്റ് ഹോളി പ്ലേസ്. ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നതായ വിശുദ്ധ സ്ഥലം, യാഗങ്ങളും മറ്റു ബലികളും അർപ്പിക്കപ്പെടുന്നതായ പ്രാകാരം. പ്രാകാരത്തിൽ എല്ലാവർക്കും വരാൻ പറ്റും. അത് ഭൂമിയാണ്. സാമാന്യ ജനത്തിന് വരാൻ പറ്റും. അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ അവർക്ക് യാഗങ്ങൾ അർപ്പിക്കാനായിട്ട് പറ്റും. അതൊക്കെ സംഭവിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, പ്രാകാരം. അപ്പൊ പ്രാകാരം ഭൂമിയെ കാണിക്കും. വിശുദ്ധ മന്ദിരത്തിൽ അത് 2 ഭാഗങ്ങൾ. അപ്പൊ ആകാശങ്ങൾ, ഷമായും, എററ്റ്സ് എന്ന് പറഞ്ഞ ഭൂമിയെ കാണിക്കുന്നു. അപ്പൊ ഭൂമിയും സ്വർഗങ്ങളും ദൈവം എന്ത് ചെയ്തിരിക്കുക, സൃഷ്ടിച്ചിരിക്കുക. അപ്പൊ ആകാശവും ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? മറക്കല്ലേ, അത് ഇസ്രായേലിലെ ദേവാലയ സംബന്ധമായിട്ടുള്ള ഒരു മെറ്റഫറിക്കലി സംസാരിക്കുന്ന കാര്യമാണ്. ഇനി കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പോകാം. ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. അതിന്റെ 32-ാമത്തെ അധ്യായത്തിന്റെ ആവർത്തനം 32-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരികയാണ്. 32-ന്റെ 1-ാം വാക്യം. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും. മോശ സംസാരിക്കണേ. മോശ മേലുള്ള ആകാശത്തെ, നീലാകാശത്തെ നോക്കി സംസാരിക്കില്ല. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും. ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. ആകാശത്തോടും ഭൂമിയോടും ആര് സംസാരിക്കുന്നു? മോശ സംസാരിക്കും. അപ്പൊ ആകാശം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഞാൻ നേരത്തെ ഇവിടെ സ്വർഗങ്ങൾ ആർക്കുണ്ട്? ദൈവവും അവന്റെ ശുശ്രൂഷ. അപ്പൊ നിശ്ചയമായിട്ടും മോശ ആരോടായിരിക്കും സംസാരിക്കുന്നത്? പുരോഹിതവർഗത്തോട്, അല്ലെങ്കിൽ ഇസ്രായേലിനെ നയിക്കുന്നതായ നേതൃത്വം നടത്തുന്ന മഹാപുരോഹിതനും പുരോഹിതന്മാരുമായിട്ടുള്ള ആളുകളോടാണ് വാസ്തവത്തിൽ സംസാരിക്കുന്നത്. ഓക്കെ. ഭൂമി എന്ന് പറയുന്നത് എന്താ? സാമാന്യം. അപ്പം ദേവാലയത്തിന്റെ വെളിയിലാണ് സാമാന്യ ജനം, അവരാണ് ഭൂമി, അല്ലെങ്കിൽ അവരുടെ ലാൻഡിൽ താമസിക്കുന്നവർ. നിങ്ങൾക്കത് മനസ്സിലാകുന്നത് അലിഗോറിക്കലിയാണ് സംസാരിക്കും. അപ്പൊ ആകാശമേ എൻ്റെ വാക്കുകളെ കേൾക്കുക എന്ന് പറഞ്ഞ ഉടനെ സ്വർഗ്ഗമേതെയുള്ള ആകാശവും ചന്ദ്രനും നക്ഷത്രം കേൾക്കാനല്ല പറഞ്ഞത്.
talking to the rulers, priest, high priest and all the Bible teachers, prophets and ഇവരോട് ദൈവത്തിന്റെ ദാസൻ സംസാരിക്കും. അപ്പൊ ആകാശം ഭൂമി എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഇത് അവിടുത്തെ ജനത്തെയും പുരോഹിത വർഗത്തെയും അതായത് ദേവാലയ സംബന്ധമായി നിൽക്കുന്ന പുരോഹിതനെയും ഭൂമി സംബന്ധമായി നിൽക്കുന്ന ജനവിഭാഗത്തെയുമാണ്. അതുപോലെ തന്നെ യെശയ്യാവിന്റെ പ്രവചനം 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 2-ാം വാക്യം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളിച്ചെയ്തു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചു. ഈ ആകാശവും ഭൂമി ആരാണ്? ഈ ആകാശം ഭൂമി ആരാണ്? ഇസ്രായേൽ ജനം. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരുടെ മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹെസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. അപ്പൊ യഹൂദയും യെരൂശലേം പറ്റി ദർശിച്ച ദർശനത്തിൽ അവരെ വിളിക്കുന്ന ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ആകാശമാരാ? പുരോഹിതന്മാര്, ശാസ്ത്രിമാർ, പരീശന്മാർ, വേദാധ്യാപകന്മാർ, ന്യായപ്രമാണം സംബന്ധിച്ച് പ്രമാണിമാർ, ഇവരോട് സംസാരിക്കുന്ന റൂളേഴ്സ്. ആകാശം ഭൂമിയോട് പറഞ്ഞ് ജനത്തോട് ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. അടുത്തതായിട്ട് വായിക്കുമ്പോൾ നമ്മൾ പിന്നെയും വായിക്കുന്ന ഇങ്ങനെയാണ്. ഇതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, സോദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ, ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിപ്പീൻ. കേൾപ്പിൻ, ശ്രദ്ധിപ്പീൻ. ആരോടെ വിളിക്കുന്നത്? സോദോം അധിപതികളെ, ആകാശമേ. അതിന്റെ മറ്റൊരു വേർഷനാണ്. യഹോവയുടെ വചനം കേൾപ്പിൻ, ഗോമോറ ജനമേ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചപ്പം അധിപതികൾക്ക് വിളിക്കുന്ന പേരാണ് ആകാശം. ഞാൻ തെറ്റിദ്ധരിക്കല്ലേ, ആകാശം ഭൂമി എന്ന് പറഞ്ഞ് ദേവാലയം സംബന്ധിച്ചതാണ് ഞാൻ ആദ്യം പറഞ്ഞു. അത് ശുശ്രൂഷിക്കുന്നവരെയാണ് ആകാശവുമായിട്ട് സ്വർഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഒത്തിരി വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഒത്തിരിയും വാക്യങ്ങളുടെ താക്കോലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് വേദോസം വായിക്കുമ്പോൾ ആകാശത്രിലോകങ്ങളിലെ ദുഷ്ടാത്മാസേന എന്നൊക്കെ പറയുമ്പോൾ ഇനി പല്ലും തേറ്റയൊക്കെ തെള്ളി മൂക്കും ഒക്കെ ഇങ്ങനെ വീർപ്പിച്ച് ചുമന്ന നാക്കും തെള്ളി ഇങ്ങനെ ഭീകരമായി കണ്ണൊക്കെ ചുമപ്പിച്ച് വരുന്ന ഒരു ഭീകര സത്യത്തെ നിങ്ങൾക്ക് ഓർമ്മ വരത്തില്ല. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്താണെന്ന് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. സ്തോത്രം. അപ്പം സോദോം അധിപതികളെ കേൾപ്പിൻ, ഗോമോറ ജനമേ ശ്രദ്ധിപ്പിൻ. ദാറ്റ് മീൻസ് ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. എല്ലാ വാക്യങ്ങളും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ വാക്കുണ്ട്, ആകാശം ഭൂമിയും. ഞാനത് ഒരിക്കലൊരു വീഡിയോയിൽ ഇട്ടപ്പോൾ ഒരു സഹോദര ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോലെ എൻ്റെ വചനം. അപ്പൊ അദ്ദേഹം എടുത്തതെന്നറിയാമോ? ഞാൻ ആ വാക്യം ഒന്ന് എടുത്തേക്കാം, കാരണം അദ്ദേഹത്തിന് തെറ്റിദ്ധരിക്കാൻ പാടില്ലെന്ന്. അദ്ദേഹം എടുത്തത്, ഞാൻ എടുത്ത് വായിച്ച വാക്യം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ന്യായപ്രമാണത്തിന്റെ പ്രവാചകത്തെ നീക്കേണ്ടതിന് വന്നു നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ. ഈ വാക്ക് ശ്രദ്ധിക്കണേ, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്തോ? നീങ്ങി പോകുന്നത് വരെ. ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ ഒരു നാളും ഒഴിഞ്ഞു പോകില്ല. ഇത് എന്താ കർത്താവ് സംസാരിച്ചേക്കുന്നത്? ന്യായപ്രമാണം ഒഴിഞ്ഞു പോകണമെങ്കിൽ അതിന് തൊട്ടു മുമ്പ് എന്ത് പോകണം? ആകാശം ഭൂമി. അപ്പൊ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുന്നത് വരെ ന്യായപ്രമാണം വള്ളിയോ പുള്ളിയോ നീക്കം വരാതെ നിലനിൽക്കുമെന്നാണ്. അപ്പൊ നിശ്ചയമായിട്ട് ഏതാണ് ആകാശം, ഏത് ഭൂമി? നമ്മളിവിടുത്തെ അന്ത്യകാല പ്രഭാഷകന്മാരായ സഹോദരന്മാർ, പാസ്റ്റർമാർ, സുവിശേഷകന്മാർ, ബൈബിൾ ടീച്ചേഴ്സ്, അവർ പറയുന്നത് എന്താണ്? നമ്മൾ ഈ കാണുന്ന ആകാശം കത്തിപ്പോവും, നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി എല്ലാം എന്തിനും. ഇത് സാധാരണക്കാരല്ല, ഭയങ്കര ഡിഗ്രി ഉള്ളവരെ പഠിപ്പിക്കുന്നു. എല്ലാം കത്തിപ്പോകാൻ പോവോ, എന്നിട്ട് നമ്മൾ പിന്നെ പുത്തൻ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോവുക, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊന്നും ബൈബിളിൻ്റെതല്ല. ഇതൊന്നും ബൈബിളിൻ്റെതല്ല. ഇതെല്ലാം അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതാണ്. ആകാശം ഭൂമി അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അക്ഷരികമായ ആകാശവും ഭൂമിയാണ് ഒഴിഞ്ഞു ഇത് വരെ പോയിട്ടില്ലല്ലോ. ഇവരുടെ പഠനം അനുസരിച്ച് ഈ ആകാശം ഭൂമി പോയിട്ടില്ല. അപ്പം യേശുവിന്റെ വരെ പോകത്തുമില്ല. അവൻ ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ അന്നൊരു കാര്യം ചെയ്യും, അച്ഛച്ചന്മാരും പാസ്റ്റർമാരെല്ലാം പോയി ആദ്യം പോയി പരിശോധന ചെയ്യുക, പിന്നെ ശബത്ത് ആചരിക്കുക, പിന്നെ ലിനനും ഊളനും ചേർന്നുള്ള വസ്ത്രം ധരിക്കാതിരിക്കുക, പിന്നെ ശബത്ത് നാളിൽ 1.5 ഫർലോംഗിൽ കൂടുതൽ നടക്കാതിരിക്കുക, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, അമാവാസി പൗർണമി ഉള്ള നാളുകളെല്ലാം അനുസരിക്കുക, പിന്നെ രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കാതിരിക്കുക. സമയം കിട്ടുമ്പോൾ ആ കാളയും മാടിനെയും കൊണ്ട് യെരൂശലേമിൽ പോയി അവിടെ അങ്ങനെ 4-5 കല്ല് കൂട്ടി ഒരു യാഗം നടത്തുക. പിന്നെ ന്യായപ്രമാണത്തിൽ ഒത്തിരി പ്രമാണമുണ്ട്, എല്ലാം അങ്ങ് ചെയ്യുക. ഏതെങ്കിലും ഋതുമതിയായ സ്ത്രീയെ തൊട്ടാൽ 7 ദിവസം പാളയത്തിന് പുറത്ത് പോയി ശുദ്ധിയില്ലാതിരിക്കുക, പിന്നെ കുളിച്ചിട്ട് കയറി വരിക. ഞാൻ കൂടുതൽ അങ്ങ് പറയുന്നില്ല. ഇങ്ങനെ ശവത്തെ തൊട്ടാൽ, ഏതെങ്കിലും ശവത്തെ പോയി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അശുദ്ധനായിട്ടിരിക്കുക, പാളയത്തിന് പുറത്ത് പോവുക. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ വീടിനകത്ത് ഇവിടെ വല്ലയിടത്ത് ചില പായലെങ്ങണം പൂപ്പലെങ്ങണം ഇങ്ങനെ ഇളകുന്ന കണ്ട ചുരണ്ടുക,
എന്നിട്ട് വീട്ടിൽ സെൻട്രൽ പാസ്റ്ററെ വിളിക്കുക, അത് കുഷ്ഠമാണോ എന്ന് ചിന്തിക്കുക, കുഷ്ഠമല്ലെങ്കിൽ അത് കുഷ്ഠമാണെങ്കിൽ ആ വീട് പൊളിച്ചു കളയുക. ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ചെയ്യുക. കാരണം എന്താ, നിങ്ങൾ കാണുന്ന ലിറ്ററൽ ആകാശവും ഭൂമിയുമാണ് നീങ്ങിപ്പോകുന്നതാണ് നിങ്ങളുടെ പഠനമെങ്കിൽ നിങ്ങൾ ഇതുവരെ ന്യായപ്രമാണത്തെ സ്വതന്ത്രരായിട്ടില്ല. ന്യായപ്രമാണം നീങ്ങിപ്പോകണമെങ്കിൽ, വള്ളിയോ പുള്ളിയോ എങ്കിലും നീങ്ങിപ്പോകണമെങ്കിൽ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നവരെ നീങ്ങത്തില്ലെന്ന്. അപ്പൊ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നവരെ ന്യായപ്രമാണം ഉണ്ടാവുമെന്ന്. ലിറ്ററലി ഭൂമിയും ആകാശവുമാണ് നീങ്ങിപ്പോകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദയവ് ചെയ്ത് ന്യായപ്രമാണം മൊത്തം അങ്ങോട്ട് അനുസരിക്കുക. എല്ലാം അങ്ങോട്ട് അനുസരിക്കുക. ഒത്തിരിയും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, 613 കൽപ്പനകളുണ്ട്. അതെല്ലാം കൂടെ അനുസരിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. കാരണം ആകാശവും ഭൂമിയും പോയിട്ടില്ല. ഇതേ ആളുകൾ തന്നെ പറയും നമ്മൾ പുതിയ നിയമത്തിലാണെന്നും പറയും. പുതിയ നിയമത്തിലാണെങ്കിൽ പഴയ നിയമം പോയി സഹോദരങ്ങൾ. ഈ പഴയ നിയമമാണ് ആകാശം ഭൂമി. ഈ പഴയ ജനതയും പഴയ സിസ്റ്റവും പഴയ ദേവാലയവും ഒക്കെ തന്നെയാണ് ആകാശം ഭൂമി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആ വീഡിയോയിലൊരു മാന്യനായ അദ്ദേഹം പറഞ്ഞേക്കുന്നത്, നിനക്ക് വിവരം ഉണ്ടോടാ, പൊട്ടനാന്നോടാ, നിനക്ക് പുസ്തകം അറിയാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും ഞാൻ എൻ്റെ ഡിഗ്രിയും സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇതിനകത്ത് കാണിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, നിനക്ക് ബൈബിൾ ഡിഗ്രി ഉണ്ട്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ബൈബിൾ സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഡിഗ്രി ഇട്ടിട്ടില്ല. ഐ ഡോണ്ട് ഹാവ് എനി ബൈബിൾ ഡിഗ്രി ബിക്കോസ് ഐ എം എ ബൈബിൾ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ ഡിഗ്രി കിട്ടുന്നത്? പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പഠിച്ച് തീരുമ്പോൾ ഡിഗ്രി കിട്ടും. എനിക്ക് ഡിഗ്രി കിട്ടിയിട്ടില്ല. എനിക്ക് ബൈബിൾ കോളേജിൽ ഒരു ഡിഗ്രി ഇല്ല, ബൈബിൾ സ്റ്റഡിയിൽ ഒരു ഡിഗ്രി ഇല്ല. ബിക്കോസ് ഐ എം എ ബൈബിൾ സ്റ്റുഡൻറ്റ്. എല്ലാ ദിവസവും ബൈബിൾ പഠിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എങ്ങനെ ബൈബിൾ പഠിക്കുന്നതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വാ, എന്നിട്ട് നോക്കാം. എന്നിട്ട് നീ ബൈബിൾ വായിക്കടാ, പഠിക്കടാ എന്നൊക്കെ ഈ പുസ്തകം ഒരു പ്രാവശ്യം പോലും തുറക്കാത്ത പൊട്ടനായി എന്ന് വിളിച്ച് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് സഹതാപമേ ഉള്ളൂ. അപ്പൊ ഈ ആൾ പറഞ്ഞു, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് നീ ബൈബിൾ വിളിച്ചോട്ട്. അദ്ദേഹം എടുത്ത വാക്യം എന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 34 വാക്യം. ഇതൊക്കെയും സംഭവിക്കുള്ള ഈ തലമുറ ഒഴിഞ്ഞു പോകല്ലേ സത്യം പറഞ്ഞുകൊണ്ട് പറയുന്നു. ആ വാക്യത്തിനൊന്നും അർത്ഥമല്ല കേട്ടോ. ഇതൊക്കെയും സംഭവിക്കുള്ള ഈ തലമുറ, അതായത് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ തലമുറയിൽ തന്നെ സംഭവിക്കാന്നാണ് പറഞ്ഞത്. അതായത് യേശുക്രിസ്തു ഏത് തലമുറയോടെ സംസാരിച്ചതാണ്. പക്ഷെ അത് നമുക്ക് വിശ്വാസമില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്, ബൈബിളിനെ വിശ്വസിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. ഞാൻ പറഞ്ഞു, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ഈ വാക്യം അത് പറഞ്ഞ്, എടാ പോട്ടാ, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനം ഒഴിഞ്ഞു പോകത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. എൻ്റെ പൊന്നു ചേട്ടായി, ഞാന് മത്തായി 24:35 പറഞ്ഞത്. ഞാൻ മത്തായി 5:17 ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ എങ്കിലും നീ. ഇപ്പൊ യേശു ഇവിടെ പറഞ്ഞേക്കുന്ന ന്യായപ്രമാണത്തെ കുറിച്ച് കർത്താവ് പറയാ, ഈ പറഞ്ഞേക്കുന്ന സംഭവങ്ങൾ 24 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവങ്ങൾ അന്ത്യകാലത്ത് സംഭവിക്കേണ്ട. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ അന്ത്യം. ഇനി ഞാൻ അന്ത്യകാലം എന്ന് പറഞ്ഞ ഉടനെ നിങ്ങളുടെ ചിന്തയിൽ വരാൻ പോകുന്ന കാലമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചോളം അന്ത്യകാലം കഴിഞ്ഞു, അന്ത്യകാലം അന്തംകാലം എല്ലാം കഴിഞ്ഞു, അന്തകാലം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അന്ത്യകാലത്തൊന്നും ജീവിക്കുന്ന ആളൊന്നുമല്ല, അന്ത്യകാലം കഴിഞ്ഞ് ജീവിക്കുന്ന ആളാണ്. എൻ്റെ ബൈബിൾ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന സിസ്റ്റം മൊത്തം ഒഴിഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞ വാക്ക് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞാൽ മാറിപ്പോകത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കാതെ പറയാം. കിട്ടിയോ? അല്ലാതെ ഇതെല്ലാം ന്യായപ്രമാണം മൊത്തം നിലനിൽക്കുമെന്നല്ല. ഈ ന്യായപ്രമാണം മൊത്തം നിലനിർത്തേണ്ടത് നമ്മുടെ ഇന്നത്തെ സഭയുടെയും മതപുരോഹിതന്മാരുടെയും അത്യാവശ്യം. ചില ആളുകൾ പഠിപ്പിക്കുന്ന ഞങ്ങളുണ്ട്, നമ്മൾ ന്യായപ്രമാണം ഈ പറയുന്നവരൊക്കെ വർത്താനം ജീവനൊക്കെ സീനായ മുകളിൽ കണ്ട് ജനിച്ച് അവിടെ അങ്ങാണ്ട് പറന്നു വേണ്ടിയിട്ട് പരമ്പരാഗതമായിട്ട് വന്ന് കേരളത്തിൽ നിന്ന് കുടിയേറിയതാണ്. എൻ്റെ പൊന്നു ചേട്ടാമാരെ, ഈ ന്യായപ്രമാണമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ന്യായപ്രമാണം പോയിട്ട് 1950 വർഷമായി. പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടിട്ട് വർഷം 1950 അതിന്റെ കൺസ്യൂമേഷനിലേക്ക് വന്നിട്ട്. ഇനിയെങ്കിലും ഈ പ്രമാണം എന്ന് പറഞ്ഞു നടക്കാതെ, ഈ പ്രമാണം പറഞ്ഞവനെല്ലാം വീട്ടിൽ ഒരുപാട് പ്രമാണമായി. ഏതാ? വസ്തുവിന്റെ ഒക്കെ പ്രമാണം ഇഷ്ടം പോലെ ആയി. പ്രമാണം ചുമ്മാ പിതാക്കന്മാർ, ഏത് പിതാക്കന്മാർ എന്ത് പ്രമാണം പഠിപ്പിച്ചെന്ന്? ഏത് പിതാവിന്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? ഏത് പിതാവാ പ്രമാണം പഠിച്ചത്? കുറെ വാക്യങ്ങൾ കാണാതെ പഠിപ്പിച്ചു, അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാം പൊട്ടത്തരം പഠിപ്പിച്ചു, 99% പൊട്ടത്തരം. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നത്, തിരുത്തി പറയുന്നത് നമ്മൾ ദുരുപദേശി. ഒരു കുവൈറ്റുകാരൻ, ഒരു ചങ്ങാതി കഴിഞ്ഞ ദിവസം എൻ്റെ ഫോട്ടോയുടെ താഴെ എന്ന് പറഞ്ഞു, നീ ദുരുപദേശി. എടാ, നീ അവനെ ഏതോ ഒരു വലിയ സെക്യൂരിറ്റിയുടെ അങ്ങോട്ട് കോട്ടം കിട്ടുക, നീ പോയി കൺസ്ട്രക്ഷൻ പണി ചെയ്യടാ വച്ചത്. നീ ബൈബിൾ പഠിപ്പിക്കാൻ എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ ഒരുപാട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളും വിവരമുള്ള ആളുടെ കൈ പഠിക്കുന്ന ആളുമാണ്. എന്നെ പഠിപ്പിക്കാൻ ഒത്തിരി ബൈബിൾ ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യം വീണ്ടും പറക്കാണെന്ന് അറിയുമ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ ദാരിദ്ര്യമായിട്ടുള്ള വചനം പഠിച്ചിരിക്കുക. ഇത് പറയുന്നതിന്റെ കാരണം ഒത്തിരി വേദന എനിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ പറയാനുണ്ട്, ഈ നമ്മുടെ എന്താ പറയുക,
ചങ്കെടുത്ത് കാണിച്ച, കുടലെടുത്ത് കാണിച്ച അത് വാഴനാരാന്ന് പറയുന്ന ഒരു സമൂഹമായത്. എത്ര നമ്മൾ തിരുവെഴുത്ത് തെളിയിച്ചാലും ആളുകൾക്ക് വിശ്വാസം വരത്തില്ല. കാരണം അവർ പഠിപ്പിച്ചത് അസത്യമാണ്. നിങ്ങൾ റോങ് ആണ്. 100% നിങ്ങൾ റോങ് ആണ്. യു ആർ റോങ്. എൻ്റെ വേദനയോടെ ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രക്ഷാശാസ്ത്രം മുതൽ നിത്യത എന്ന് പറയുന്ന സംഭവം വരെ പൊട്ടത്തരോ. നിങ്ങളുടെ രക്ഷാശാസ്ത്രം മുതൽ പൊട്ടത്തരോ. അതുകൊണ്ടും ആദ്യം ബൈബിൾ പഠിച്ച് മാനസാന്തരപ്പെട്ട് ഈ നിത്യജീവനിലേക്ക് വരാൻ നോക്കാതെ പ്ലീസ്. അല്ലെങ്കിൽ ഒരുപാടെണ്ണം നിത്യതയിൽ കാണുന്ന ഒരു പ്രതീക്ഷയില്ല, കാണത്തില്ല. എന്നെ അടിക്കാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല, എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്നെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യം, എൻ്റെ കാണ്ടാമൃഗത്തിന്റെ തുല്യാണ്. എനിക്കൊന്നും ഏക്കത്തില്ല. നിങ്ങൾ ഇനി എൻ്റെ വ്യക്തിപരമായിട്ട് ഹത്യ, ഐ ഡോണ്ട് കെയർ. ഓപ്പൺലി ഐ ആം ടെല്ലിങ്. എന്നെ അത് ബാധിക്കത്തില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെട്ട യേശുവിന്റെ യേശു എൻ്റെ രക്ഷകനാണ്. ഈസ് മൈ സേവിയർ. ഐ എം വാഷ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഐ എം ക്ലൻസ്ഡ് ബൈ ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സോ നോബഡി ക്യാൻ ക്രിട്ടിസൈസ് മീ, നോബഡി ക്യാൻ ജഡ്ജ് മീ. കുറ്റം പറയുന്നവന്റെ ഒരു പിശാചെന്നാണ്. അതുകൊണ്ട് പിശാചാവരുത്. അപ്പൊ ഈ പറഞ്ഞ സഹോദരൻ പറഞ്ഞ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനമൊന്നോ ഒരിക്കലും. അത് സത്യമാണ്. യേശു പറഞ്ഞ വാക്കൊന്നും മാറത്തില്ലെന്നോ. ഓക്കെ, അപ്പൊ ആകാശം ഭൂമി എന്ന് പറഞ്ഞ എന്തെന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്തോ ആകാശം ഭൂമി ആണ്. നമ്മൾ ശൂന്യാകാശം ഒന്നല്ല കേട്ടോ, ഗാലക്സി പോകുന്നല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന പാസ്റ്റർ 100% പിടിച്ചു നിർത്തിയിട്ട് കാര്യം ബോധിപ്പിച്ചിട്ട് എവിടാവും. പേടിക്കരുത് വരുന്നത്. ഈ അടിമകളെ പോയിട്ട് ജീവിക്കാതെ ദൈവപുത്രന്മാരായിട്ട് ജീവിക്കുക. പൊട്ടത്തരം പറയുന്നവനെ വെറുതെ വിടരുത്. അവൻ്റെ എക്സ്പ്ലനേഷൻ വാങ്ങിച്ചിട്ട് എവിടാവും. കാരണം നമുക്ക് എന്ത് കാര്യത്തിലാണ് കള്ളത്തരം കാണിക്കുക. ഇപ്പൊ ഒരു പൊളിറ്റീഷ്യൻ അങ്ങനെ എന്ത് കള്ളത്തരം കാണിച്ചോട്ടെ, അയാൾ അഴിമതി കാണിക്കൂ, കള്ളത്തരം കാണിക്കൂ, ബിസിനസ് ചെയ്യുന്നവൻ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷെ ഒരു ദൈവദാസൻ, അദ്ദേഹം സുവിശേഷവുമായിട്ടുള്ള ബന്ധത്തിൽ, അദ്ദേഹത്തിന്റെ വചന പഠനവുമായുള്ള ബന്ധത്തിൽ കഴിയുന്നിടത്തോളം സത്യം മാത്രമേ അറിയാവുന്ന സത്യമേ പ്രസ്താവിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വലിയ ജനസമൂഹത്തെ വഞ്ചിക്കുകയാണ്. 100 വർഷത്തിന് മുമ്പ് ആരംഭിച്ച ഈ സമൂഹത്തിൽ വലിയ വഞ്ചനയാണ്. ലിവിങ് ഇൻ ഡിസെപ്ഷൻ. ഐ എം ടെല്ലിങ് ദ ട്രൂത്ത്. മോസ്റ്റ് ഓഫ് ദം ആർ ലിവിങ് ഇൻ ഡിസെപ്ഷൻ. ആരോ പറഞ്ഞു കൊടുത്തു നമുക്ക് നിത്യത കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇതുവരെ നിത്യതയെക്കുറിച്ച് അറിയത്തോലുമില്ല. കാരണം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല ഇവരെ. കാരണം രക്ഷിക്കപ്പെടുന്ന യേശു വരണം. നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടിയിട്ടില്ല. കാരണം നിത്യജീവനങ്ങൾ യേശു വരണം. നിങ്ങൾ ഈ മരിച്ച ഒരൊറ്റ ഒരെണ്ണം സ്വർഗത്തിൽ പോലും പോകത്തില്ല. കാരണം എന്താ? നിങ്ങൾ പാതാളത്തിലേ പോകത്തില്ല. കാരണം യേശു വരണം. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, നമ്മുടെ രക്ഷയും നമ്മുടെ വീണ്ടെടുപ്പും അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഈസ് ഓൾറെഡി ഡൺ. കഴിഞ്ഞ ദിവസം ഏതോ ഒരുത്തൻ പറഞ്ഞു കേട്ടു, ചില ആളുകൾ പറയുന്നുണ്ട് AD 70 യേശു വന്നിട്ട് പോയി. എടാ പോട്ടാ, കേക്കടാ, യേശു ക്രിസ്തു വന്നിട്ട് പോകുന്നു ഞങ്ങൾ പറയാൻ മണ്ടന്മാരൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ളവർ തന്നെ. ശ്രദ്ധിക്ക്, യേശു ക്രിസ്തു AD 70 വന്നിട്ട് പോയെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. യേശു ക്രിസ്തു AD 70 അവൻ തൻ്റെ സഭയ്ക്കായി പ്രത്യക്ഷപ്പെട്ടു. അവൻ വന്നു. സെരുബാബേലിനോട് പറഞ്ഞ പോലെ കൃപ എന്ന ആർപ്പോട് ആണിക്കല്ല് കയറി. എവിടെ? ആത്മീയ ഗ്രഹമായി പണിത വിശുദ്ധ സഭ. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. എവിടെ? ക്രിസ്തു കേപ്പ് സ്റ്റോണായി മാറി. സെക്കൻഡ് കമ്മിങ് ഹാപ്പൻഡ്. അവൻ സഭയിലേക്കാണ് വന്നത്, അല്ല സഭയോട് റാഞ്ചാൻ വന്നതല്ല. യേശു വന്നിട്ട് പോയി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നിന്റെ ചെവിയുടെ കുഴപ്പമാണ്. ദയവായിട്ട് ശ്രദ്ധിക്കണം, ചെവിയുടെ കുഴപ്പം. ചെവി ആദ്യം ക്ലീൻ ആക്ക്. യേശു വന്നിട്ടൊന്നും പോയിട്ടില്ല. യേശു വന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുക. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിക്കണം. പ്രവാചക വാക്യവും അധികം തെളിവായി നമുക്കുണ്ടല്ലോ. എന്നിട്ട് പറയാണ്, എന്തുവാ? നേരം വെളുക്കുകയും ഉദയ നക്ഷത്രം വാനമേഘത്തിൽ കുതിരപ്പുറത്ത് വരുമെന്നല്ല എഴുതിയേക്കുന്നത്. ഉദയ നക്ഷത്രം നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കുകയും ചെയ്യുവോണം. ഇതിനെ അധികമായി കരുതിക്കൊണ്ടാൽ നന്ന് എന്ന് പറയുക. ഉദയ നക്ഷത്രം ക്രിസ്തുവാ. വെളിപ്പാട് പുസ്തകം 22. ആ ഉദയ നക്ഷത്രം എവിടെ വരെ ഉദിക്കും? എവിടെ? നമ്മുടെ ഹൃദയങ്ങളിൽ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മധ്യാവാശം. നിങ്ങൾ ഇനി എത്ര പാട്ട് പാടിയാലും, നിങ്ങൾ എത്ര ബഹളം വെച്ചാലും ഈ മദ്യപാനിൽ ഈ ആള് വരത്തില്ല. ദയവ് ചെയ്ത് നിങ്ങളെല്ലാം ചത്തുപോത്തേ ഉള്ളൂ. മദ്യപാനി പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാം വിറകുള്ളി പോലെ ഏതെങ്കിലും സെല്ലിനകത്ത് പോകും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ദൈവപുത്രന്മാരായിട്ടങ്ങ് സന്തോഷമായിട്ട് ജീവിക്കുന്നേ, കിങ്ഡം ഓഫ് ഗോഡിൽ ജീവിക്കുന്നേ. പറഞ്ഞു വരുന്ന സാരം മനസ്സിലാകുന്നു. സോ ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് കവനന്റ് സിസ്റ്റം ആൻഡ് ഓൾഡ് കവനന്റ് പ്രീസ്റ്റ്ഹുഡ്.
ആൻഡ് ദ പീപ്പിൾ ഓഫ് അത് കവനന്റ് പീപ്പിൾ. ആ കവനന്റ് ജനതയും അതുമായിട്ട് ബന്ധപ്പെട്ട ആ ദേവാലയം, അവിടുത്തെ ജനവിഭാഗം, അവിടുത്തെ ആചാരങ്ങൾ, ന്യായപ്രമാണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ശരി, ഞാൻ തിരിച്ചു വരിക. ലാസ്റ്റ് വേർഡ്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ. ഈ കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ. ഞാൻ ഒത്തിരി ഒന്നും എടുക്കാം, ഒറ്റ വാക്യം എടുക്കാം. കർത്താവിന്റെ ദിവസത്തെ കുറിച്ച് പറയുന്ന ഒറ്റ വാക്യം. ദിറ്റ് ഇസ് ദ ലാസ്റ്റ് ബുക്ക് ഓഫ് ദ ഓൾഡ് കവനന്റ്. ഓൾഡ് കവനന്റിന്റെ അവസാനത്തെ പുസ്തകമായ മലാക്കിയുടെ പുസ്തകം, അതിന്റെ 4-ാമത്തെ അധ്യായം. ഓക്കെ, അവിടെ 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നോക്കി. പോട്ടെ, 4-ാം വാക്യം. ഞാൻ ഹോരേബിൽ, പോട്ടെ 3 മുതൽ വായിക്കും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിന് കീഴിൽ ആയിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈനികളുടെ യഹോവ അരുളിച്ചെയ്തു. ഞാൻ ഹോരേബിൽ വെച്ച്, കുമ്പനാട്ട് വെച്ചല്ല, നമ്മുടെ മുളക്കുഴയിലെ മുസാവരി കുന്നിന്റെ പുറത്ത് വെച്ചല്ല, സായിപ്പിന്റെ കുന്നി വെച്ചല്ല, പിന്നെ ഷാരോമ്പ് ലക്ഷ്യക്കാരുടെ തല ഏതാ, മണക്കാലി, അവിടെ വെച്ചല്ല, പിന്നെ ഏജിക്കാരുടെ നമ്മുടെ ഇവിടുത്തെ മുസാവരി കുന്ന് അവിടെ അല്ലല്ലേ, മുളക്കുഴയല്ല, ഇവിടെയാ, ഞങ്ങളുടെ ഏജിക്കാരന്റെ ഈ കുന്നിന്റെ പുറത്ത് വെച്ചല്ല, ഹോരേബിൽ വെച്ച്. നമ്മൾ കാണുമ്പോഴല്ലേ ഒട്ടനെ നമ്മൾ ഇത് പ്രശ്നം എന്നറിയുമോ? ബൈബിളിൽ എന്തേലും പറഞ്ഞിട്ടുണ്ട് ഉടനെ അത് എന്റെയാന്ന് പറഞ്ഞങ്ങ് വീഴും. അതായി പ്രശ്നം. ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനു വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. ആരോടായി സംസാരിക്കുന്നത്? ഇസ്രായേലിനോടാണ് സംസാരിക്കുന്നത്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ. 2 പത്രോസിന്റെ ലേഖനത്തിൽ എന്ത് പറയുന്നു? കർത്താവിന്റെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ നാൾ ഒരുപാട് നാളുകളുണ്ട്, പക്ഷെ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ എൻഡ് ഓഫ് ദ ഏജ്, ഫോർ ദ കവനന്റ് പീപ്പിൾ. ദ ഡേ ഓഫ് ദ ലോർഡ്, ദ ഗ്രേറ്റ് ഡേ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വലുതും ഭയങ്കരവുമായ നാൾ. ആ നാൾ വരുന്നതിന് ആരെ അയക്കുന്ന പറഞ്ഞേ? ഏലിയാവിനെ അയക്കുന്ന പറഞ്ഞേ. ഏലിയാവാരാ? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക്, അത് 11-ാം അധ്യായത്തിൽ മാത്രമല്ല പറഞ്ഞത്, അതിന്റെ 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ, യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വേദോസം എഴുതിയിരിക്കുന്ന നോക്കി. അതായത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാള് വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയ പ്രവാചകനെ അയക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ഏലിയ പ്രവാചകൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിച്ചോ, അത് യോഹന്നാ സ്നാപകൻ. അപ്പൊ യോഹന്നാ സ്നാപകൻ എന്തിനാ വന്നേന്ന്? കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായി മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് പ്രവാചകനെ അയച്ചത്. അതാണ് കർത്താവിന്റെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്. അപ്പൊ ഡേ ഓഫ് ദ ലോർഡിൽ കർത്താവ് എങ്ങനെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? കള്ളനെ പോലെ വരും, അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, കള്ളനെ പോലെ. മറ്റൊരു വാക്യം കൂടെ യേശു ക്രിസ്തുവിന് ഇതിപ്പം പത്രോസ് പറഞ്ഞെന്ന് നിങ്ങൾ പറയാമല്ലോ, വേണ്ട, യേശു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കാം. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 44, ഐ തിങ്ക് ഇറ്റ്സ് 44 വേഴ്സ് 44-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന വിശ്വസനും ബുദ്ധിമാനുമായ ദാസനാർ. 23-ാം വാക്യം, 43-ാം വാക്യം, 24. കള്ളൻ വരുന്ന യാമം ഇന്നെന്ന് വീട്ടുടൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലോ. കള്ളൻ എപ്പോൾ വരുന്ന അറിയത്തില്ല. സെയിം പാറ്റേൺ അല്ലേ ഇവിടെ പറയാം. കർത്താവിന്റെ നാളോ ദിവസമോ കള്ളനെ പോലെ വരും. തെസ്സലോനിക്ക ലേഖനത്തിൽ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ നനയാത്ത നാഴിക വരുമെന്ന്. അപ്പൊ ഇതെല്ലാം ചേർത്ത് പഠിക്കണം. അപ്പൊ അന്നേരം എന്താ സംഭവിക്കാൻ പോകുന്നത്? കർത്താവിന്റെ നാളിൽ അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു. ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശത്തിന്റെ ഭൂമിയുടെ പണികളെല്ലാം വെന്തിരിഞ്ഞു. ഇവിടെ ഈ ആകാശം കൊടിമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ നിങ്ങൾക്ക് ഈ മൂലപദാർത്ഥം എന്നതിനെ കുറിച്ച് നമ്മുടെ പ്രഭാഷകർ പറയുന്നത് ആറ്റമാണ്. ഭൂമിയെ ഉണ്ടാക്കിയിരിക്കുന്ന മൂലകം അത് ആറ്റമാണ്. ആറ്റത്തിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ ഇലക്ട്രോണിനെ നമുക്ക് വീണ്ടും വിഘടിപ്പിച്ചാൽ അതിനെ നമുക്ക് ക്വാക്സ് ആക്കാം. ക്വാക്സിനെ നമ്മൾ വീണ്ടും എന്താ പറയുന്നത്, ഈ കോണ്ടംസ് എന്തൊക്കെ വന്നല്ലോ. പിന്നെ അതിനെ വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വിഭജിച്ചാൽ അതിനെ സ്ട്രിങ് ആക്കാം. ഇങ്ങനെ അതൊക്കെയാണ് അപ്പം ഭൂമിയുടെ മൂലപദാർത്ഥം എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബ് പൊട്ടുന്ന പോലെ ഭൂമി പൊട്ടിത്തെറിക്കുന്ന പഠിപ്പിക്കുന്നത്.
എന്റെ പൊന്നു ചേട്ടായി, ഇപ്പൊ ഞാൻ ഈ വേദോസത്തിന്റെ ബൈബിൾ സ്കോളർ ഒന്നുമല്ല. ഞാൻ ബൈബിൾ സ്കോളർ അല്ല. എനിക്ക് ഹീബ്രു അറിയത്തില്ല. എനിക്ക് ഞാൻ ഈ കുറച്ച് എൻ്റെ ഈ കുറെ പുസ്തകങ്ങളും കുറച്ച് റെഫറൻസ് ഗ്രന്ഥങ്ങളും എൻ്റെ ഈ കമ്പ്യൂട്ടറിനകത്ത് കുറെ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഞാൻ ഇത് കുത്തിയിരുന്ന് ഈ അക്ഷരങ്ങളും ഈ വാക്യങ്ങളും വേർഡ് സ്റ്റഡി നടത്താറുണ്ട്. ഞാൻ കൂടുതലും എബ്രായ വേർഡ് സ്റ്റഡിയേ ചെയ്യാറുള്ളൂ. എനിക്കിതിൻ്റെ ഗ്രാമർ അറിയത്തില്ല, എനിക്കിത് വായിക്കാൻ അറിയത്തില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതലൊന്നും അറിയത്തില്ല. എനിക്ക് ഐ എം ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ലേൺ ദ വേർഡ് സ്റ്റഡി ഓഫ് ഹീബ്രു വേർഡ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രീക്ക് വേർഡ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ അറിയാൻ ശ്രമിക്കാറുണ്ട്. അതിനകത്ത് എല്ലാം ശരിയാണെന്നില്ല, എൻ്റെ അറിവ് ഒരുപാട് പരിമിതിയുണ്ട്. എന്നാൽ ഇവിടെ മൂലപദാർത്ഥം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദം ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്, ഗ്രീക്കിലാണെന്നുള്ളത് എഴുതിയേക്കുന്നത് സ്റ്റോയിക്കിയോൺ എന്ന വാക്ക്. സ്റ്റോയിക്കിയോൺ. ഈ സ്റ്റോയിക്കിയോൺ എന്ന വാക്കിന്റെ അർത്ഥം എലമെന്റ്സ്. നമ്മൾ ഈ എലമെന്റ്സ് എന്ന വാക്ക് ഏകദേശം 7 പ്രാവശ്യം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ്സ് കൺകറൻസിലെങ്ങാനും പോയി ജസ്റ്റ് നോക്കിയാൽ മതി. 7 പ്രാവശ്യം ഈ സ്റ്റോയിക്കിയോൺ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരിടത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകും. ഇപ്പം അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ, ആരംഭ ഭാഗങ്ങൾ. അവകാശ സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്ത് ദാസനേക്കാൾ ഒട്ടും വിശ്വസ്തയുള്ളവനല്ല, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹജാന്മാർക്കും കീഴ്പ്പെട്ടവനത്ര എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠത്തിന് കീഴെ അടിമപ്പെട്ടിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, ലോകത്തിന്റെ ആദ്യ പാഠത്തിന് കീഴെ അടിമപ്പെട്ടത്. എലമെന്റ്സ് ഓഫ് ദ വേർഡ്. ഈ എലമെന്റ്സ് എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദമാണ് സ്റ്റോയിക്കിയോൺ. ഈ സ്റ്റോയിക്കിയോൺ എന്ന ഈ പദം തന്നെയാണ് പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 3:10 പറഞ്ഞേക്കുന്നത്. അന്ന് ആകാശം കൊടിമുഴക്കത്തോടൊഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയരിയും. മൂലപദാർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോയിക്കിയോൺ. സ്റ്റോയിക്കിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റ്സ്. സോ ഈ എലമെന്റ്സ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു അതിന്റെ വാക്കിന്റെ അർത്ഥം, മീനിങ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഓഫ് റിലീജിയസ് ട്രെയിനിങ്. അതായത് മതപരമായ കാര്യങ്ങൾ ആരംഭത്തിൽ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് സ്റ്റോയിക്കിയോൺ. 2 ഓർ സെറിമോണിയൽ പ്രിസെപ്റ്റ്സ് ദാറ്റ് ആർ കോമൺ ടു വർഷിപ്പ് ഓഫ് ദി ജൂസ്. യഹൂദന്മാരുടെ ഇടയിലുള്ള ആരാധന സംബന്ധമായിട്ടുള്ള ആചാരങ്ങൾക്ക് പറയുന്ന പേരാണ് ഈ മൂലപദാർത്ഥം. അങ്ങനെയാണ് ഞാൻ ആ വാക്ക് ഇവിടെ ഒന്ന് കൊടുത്തോട്ടെ. ഈ ഉദ്ദേശിമാരുടെ സ്റ്റൻസ്, നിങ്ങൾ ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആറ്റത്തിനും ഇലക്ട്രോണിനും പ്രോട്ടോണിനും കീഴെ അടിമപ്പെട്ടിരുന്നു. എന്താ കുഴപ്പം? നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അപ്പൊ ലോകത്തിൽ നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ നമ്മളെല്ലാവരും ആറ്റത്തിന്റെ കീഴിലാണോ? ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും കീഴിലാണോ? അങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടത്? എന്താ ചേട്ടായിമാരെ, നിങ്ങളുടെ ഇടയിൽ വിദ്യാഭ്യാസം വിവരമുള്ളവരാരില്ല? പണ്ടിലെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ ഇടയിൽ ജ്ഞാനികൾ ആരും ഇല്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ വലിയ ഗ്രീക്ക് വർത്തമാനം പറഞ്ഞേക്കാല് കയ കുയ കയ എന്നൊക്കെ ഉണ്ട്. ചുമ്മാ നോക്കുന്നേ, സ്ട്രോങ്സ് കൺകറൻസ് നോക്ക്, എന്നിട്ട് പറ മൂലപദാർത്ഥം എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബ് അതൊന്ന് നോക്ക്. സ്റ്റോയിക്കിയോൺ ഈസ് എലമെന്റ്സ്, എലമെന്ററി പ്രിൻസിപ്പിൾസ്. ആരംഭമായ തുടക്കത്തിലുള്ള നമ്മൾ ഈ ചെറിയ ആരംഭത്തിലുള്ള നമ്മുടെ ഈ ആദ്യപാഠം, ബാലപാഠം എന്നൊക്കെ പറയും. എലമെന്റ്സ്, റൂഡിമെന്റ്സ്, പ്രിൻസിപ്പിൾസ്, ചെറിയ ആരംഭത്തിലുള്ള പാഠം. ഇറ്റ്സ് നോട്ട് ആറ്റം ബോംബ്. അപ്പം കർത്താവിന്റെ നാൾ കള്ളനെ പോലെ ഒരു അന്ന് ആകാശം കൂടി, ആകാശം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? പൗരോഹിത്യം, ദേവാലയം, ന്യായപ്രമാണം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം ഇഷ്ടംപോലുണ്ട്. പൗർണമി, അമാവാസി, സാബത്ത്, പിന്നെ തിന്നുന്നതിനെ കുറിച്ച്, കുടിക്കുന്നതിനെ കുറിച്ച് ഇഷ്ടംപോലുണ്ട്. ഇതെല്ലാം എവറിത്തിങ് എലമെന്റ്സ് ഓഫ് ദ വേൾഡ്. എലമെന്റ്സ് എവറിത്തിങ് എന്ത് ചെയ്യും? കത്തിപ്പോ, ഇല്ലാതായി. It's not talking about the literal heavens and literal earth. It's talking about the old covenant system, old covenant temple and priesthood and old covenant law, the elements of the world. എന്നിട്ട് ഞാൻ ഒരു വാക്യോടെ വായിച്ചിട്ട് നിർത്താമേ. നമ്മുടെ യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് ഒന്ന് വന്നേ. ക്വിക്ക്. ഐശയ്യ ചാപ്റ്റർ 55 or 17, 65 വാക്യം. ഇതാ ഞാൻ പുതിയ ആകാശവും ഭൂമിയും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നത്. എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയതെല്ലാം കത്തിച്ചേ.
എല്ലാം പോയി. ആറ്റം ബോംബ് വന്ന് ഭൂമി ആറ്റം ബോംബ് പോലെ പൊട്ടിത്തെറിച്ചു, എല്ലാം പോയി. സൂര്യനെല്ലാം ഇരുണ്ട്, ചന്ദ്രൻ രക്തതുല്യമായി, നക്ഷത്രങ്ങളെല്ലാം മറവറാതെ താഴെ വീണ് ആകെ കുളമായി. ഇപ്പം ഗാലക്സി എല്ലാം പോയി. ദൈവം എന്ത് ചെയ്ത്? പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിച്ചു. മുമ്പലത്തേത് ആരും ഓർക്കയില്ലേ? മുമ്പലത്തേത് ആരും ഓർക്കയില്ലെന്ന്. അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടി എന്തൊക്കെയോ മുമ്പിൽ ഉണ്ടായിരുന്നതല്ലേ? മുമ്പിലത്തേത് ആരും ഓർക്കയില്ല, ആരുടെ മനസ്സിൽ വരികയുമില്ല. വാട്ട് ഈസ് ദാറ്റ്? എന്തായിരിക്കും? അയ്യോ, പണ്ടിരുന്നപ്പം ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, യുറേനസ്, നെപ്റ്റ്യൂൺ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ കർത്താവേ. അയ്യോ, മുമ്പിലത്തേത് ആരും ഓർക്കുന്നില്ല. അയ്യോ, മുമ്പ് സൂര്യൻ ഉണ്ടായിരുന്നു, ഇപ്പൊ സൂര്യനില്ല. പണ്ടായിരുന്ന രാത്രി ചന്ദ്രൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ചന്ദ്രനില്ല. മുമ്പിലത്തേത് ആരും ഓർക്കുന്നില്ല, ആരുടെ മനസ്സിൽ വരത്തുമില്ല. എന്റെ അർത്ഥം എന്താ? സൗരയൂഥം പോയതിന്റെ കാര്യമാണോ? അയ്യോ, ഞങ്ങൾ മിൽക്കി വേലായിരുന്നു, ഇപ്പൊ ഏത് വേലാന്ന് ഒരു പിടിയില്ല. അങ്ങനെയാണോ? എന്റെ പൂർണ്ണ സഹോദരങ്ങളെ, ആ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ പുതു നിയമം എന്നാണ്. ഇറ്റ്സ് എ ന്യൂ കവനന്റ്. മുമ്പലത്തെ ആരും ഓർക്കുന്നില്ല, അത് അവരുടെ മനസ്സിൽ പോലും വരുത്തില്ല. ഞാൻ പഴയ ദേവാലയത്തിലെ സിസ്റ്റം, പൗരോഹിത്യം, യാഗം, അവിടെയുള്ള ആരാധനക്രമങ്ങൾ, ഉത്സവങ്ങൾ, ഇതൊന്നും ആരുടെയും മനസ്സിൽ പോലും ഓർമ്മയില്ല. കാരണം വി ആർ ഇൻ ദ ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ കവനന്റിലേക്ക് വന്നു. കമ്മിങ് ടു ദ റിയാലിറ്റി, ദ സബ്സ്റ്റൻസിലേക്ക് വന്നു. They were in the shadow, we are in the substance. അപ്പൊ മറക്കല്ലേ, ആകാശം കുടിമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ that doesn't mean ആറ്റം ബോംബ് പൊട്ടുമെന്നല്ല. ഓൾഡ് ഗവൺ സിസ്റ്റം, ഓൾഡ് ഗവൺ ലോസ്, പ്രീസ്റ്റ്ഹുഡ്, എവറിത്തിങ്, എലമെന്റ്സ് ഓഫ് ദ വേൾഡ്, മൂലപദാർത്ഥം. അപ്പൊ ജനങ്ങൾ കൊല്ലപ്പെട്ടു, 11 ലക്ഷം പേർ കൊല്ലപ്പെട്ടു, 97,000 പേർ റോമൻ സൈന്യത്തിന്റെ കയ്യിൽ അടിമകളായി വിൽക്കപ്പെട്ടു. AD 70. That is the coming of the Lord Jesus Christ. കർത്താവ് കള്ളനെ പോലെ വരും. Amen. സോ ബൈബിൾ നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾക്കകത്ത് ഏതെങ്കിലും പാർലമെന്ററി അല്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കാതെ, എൻ്റെ നാടൻ പ്രയോഗമാണെന്ന് മനസ്സിലാക്കുക. ഈസ് ഫ്രം മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിനകത്ത് സത്യസന്ധമായി ഞാൻ പറയാം. ആരെങ്കിലും ഒരാളും കൂടെ ഈ വചനത്തെ അറിയാൻ ആഗ്രഹിച്ചു, അത് മനസ്സിലായെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. നിശ്ചയമായിട്ടും വചനം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും പുതിയ നിമിത്തെ മനസ്സിലാക്കാനുണ്ടെങ്കിൽ ആദ്യം പോയി ആരംഭത്തിൽ പഠിക്കുക. എന്താണ് ആരംഭത്തിൽ പറഞ്ഞേക്ക് നോക്കുക. ആകാശം ഭൂമി അവിടെ നോക്കുക. അന്തിക്രിസ്തു പോയി അവിടെ പഠിക്കുക. എന്താണ് കള്ളപ്രവാചകൻ, എന്താണ് സാത്താൻ, അവിടെ പഠിക്കുക. എന്താണ് എന്ത് പറയുന്നത് നരകം, അവിടെ പോയി പഠിക്കുക. എല്ലാം അവിടെ കിടക്കുന്നത്. ഫസ്റ്റ് 5 ബുക്സിൽ പഠിക്കുക. എൻ്റെ എസ്കറ്റോളജി പഠിക്കുക, അവിടെ പോയി ജെനസിസ് പഠിക്കുക. എവറിത്തിങ് ഇസ് ദെയർ. ഓക്കെ, സോ മേ ദ ലോർഡ് റിച്ച്ലി ബ്ലെസ് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് സംശയമുണ്ട്, ദയവായിട്ട് മാന്യമായ നിലയിൽ നിങ്ങൾ നമ്മുടെ ഞാനിത് കമൻ്റെല്ലാം ഓൺ, എനിക്ക് കൂടുതലിനെ കുറിച്ചൊന്നും അറിയത്തില്ല. കമൻ്റൊക്കെ ഓൺ ആണോ ഓഫ് ആണോ എന്നൊരു പിടിയില്ല. പക്ഷേ അത് ട്രൈ കമൻറ്റ് ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വരിക, നിങ്ങളുടെ സംശയങ്ങൾ പറയുക. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് വെച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വേദവസം വെച്ച് തെളിയിക്കാം. വെൽക്കം. അല്ലെങ്കിൽ വചനത്തെ ഫോളോ ചെയ്യുക. പഴയ പാരമ്പര്യത്തിൽ ചപ്പും ചവറും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എടുത്ത് കളയുക. ട്രൂ വേർഡിനെ ഫോളോ ചെയ്യുക. അതെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.